ഭരതൻ എന്തോ നാടൻ പാട്ട് പാടാൻ ജനിച്ച ഒരാളാണ്. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, ഒരമ്മ പെറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പെറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ. ഏറ്റവും സുന്ദരമായ ഒരു ഉദാഹരണം മാപ്പിള രാമായണം. ഒന്ന് പറഞ്ഞോളൂ ഭരതൻ. കണ്ടതല്ലേ നമ്മള് രാമായണം കഥ പാട്ട്, 3 പെണ്ണിനെ ദശരഥൻ നിക്കാഹ് ചെയ്ത മാതൃപണ്ണം ഒരു വിപ്ലവകാരിയാണ്. അതിന്റെ വരികള് വേറൊരു ചെകുവേരാണ്. ഞാനടക്കം പട്ടിണി എന്താന്ന് അറിഞ്ഞു വിശപ്പറിഞ്ഞിട്ട് ഞാനത് പിന്നെ അതെ ഞാൻ ചോദിച്ചാരോ പൂമാതൈ പൊന്നമ്മ പാട്ട് കേട്ടാലേ കൺകോര മാറും ബിക്കം മാറും. പ്രിയപ്പെട്ടവരെ, പാട്ടും വർത്താനവുമായി വടകരയിലാണ് ഞങ്ങളുള്ളത്. നാടൻ പാട്ട് ഇത്ര മനോഹരമായി പാടുന്ന, ഇത്ര അസാധാരണമായി പാടുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് സിംഗേഴ്സിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടുപോയിട്ടുണ്ട്. മൺമറഞ്ഞു പോയ നാടൻ പാട്ടുകാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഭരതൻ എന്തോ നാടൻ പാട്ട് പാടാൻ ജനിച്ച ഒരാളാണ്. ഭരതനാണ്. അപ്പോൾ ഭരതൻ ബാല്യം നേരത്തെ അച്ഛൻ ആദ്യം അച്ഛനാണ്, അമ്മ പിന്നീട് മരിച്ചു. ഒരു സങ്കടകരമായ ബാല്യം അതിലൂടെ കടന്നു വന്ന ഒരു കലാകാരന്റെ ജീവിതത്തിൽ സങ്കടങ്ങളുണ്ടെങ്കിലേ ആ കലാകാരൻ എന്താവും, അങ്ങോട്ട് മുന്നോട്ട് പോകും. നാടൻ പാട്ട് തന്നെയാണ് അല്ലേ? അതെ അതെ. പ്രേമാട്ടനെ ഞാൻ ഒരു ഗുരുതുല്യനായിട്ട് കരുതുന്ന ഒരാളാണ്. ഭാഗ്യാന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു യാദൃശ്ചികമാണ്. ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രേമാട്ടനോടൊപ്പം എന്നുള്ള എപ്പിസോഡാണ് ഞങ്ങളത്. ആ എപ്പിസോഡിൽ പ്രേമാട്ടൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാനിതിപ്പോ സൂക്ഷിച്ചിട്ടുണ്ട് ഈ എപ്പിസോഡിൽ, എന്തെങ്കിലും കൊടുക്കണം, ദൈവത്തിന്റെ നിശ്ചയാണ്. ഭരതന ഉള്ളിൽ ഇഷ്ടമുള്ളത് ഉണ്ടായിരിക്കും. ഞാൻ അപേക്ഷയോട് കൂടിയാ പറഞ്ഞു, ഒന്ന് പ്രേമാട്ടൻ ഒന്ന് ശ്രുതി പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ അല്ലേ. ഒരു നല്ല പ്രേമാട്ടന്റെ കൈ വീട്ടിൽ ഞാൻ ഇടക്ക് വരാറുണ്ട്. ഇപ്പൊ അടുത്ത് കുറച്ച് തിരക്കായ ഞാൻ പ്രേമാട്ടന്റെ വീട്ടില് വരാൻ പറഞ്ഞപ്പോ സന്തോഷമായില്ലേ? വളരെ സന്തോഷം. ഞാൻ അങ്ങോട്ട് വരുന്നതിൽ നല്ലത് ഇങ്ങനെ ഒരു ഇത് ഈ ഒരു പരിസരം അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാല് ഒരു കുറച്ചും കൂടി നല്ല ഹൃദയം തുറന്നിട്ട് പറയാലോ, അങ്ങനെ ഉണ്ടല്ലോ. പ്രേമാട്ടന ഭരതൻ ഇഷ്ടാവുമ്പോ ഹൃദയം തുറന്ന് പാടാം, ഹൃദയം തുറന്ന് പറയാം അല്ലേ? ഭരതന്റെ നല്ല ഒരു പാട്ടോട് കൂടെ തുടങ്ങാം. പ്രേമാട്ടോട് പറഞ്ഞു കൊടുക്കുക, പ്രേമാട്ടം വായിച്ചോളൂല്ലോ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, ഒരമ്മ പെറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പെറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പെറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പെറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഭരതൻ ഇപ്പൊ താമസിക്കുന്ന എവിടെയാ ഭരതൻ? ഞാനിപ്പോ താമസിക്കുന്നത് തറവാട്ടിലല്ല. തറവാടിപ്പോ ഞാനിപ്പോ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് എന്റെ പെങ്ങളെ വീട്ടിലാണ് താമസം. പരിപാടികളൊക്കെ അത്യാവശ്യം പരിപാടികളുണ്ട്. ഇപ്പൊ ഇത് പാട്ടല്ലേ ശരിക്കും തൊഴില്? അല്ല, പാട്ട് മാത്രമല്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു 1000-ഓളം പിന്നെ ക്യാമ്പുകൾ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും നടത്തിയിട്ടുണ്ട്. ആണോ? കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ പാട്ട് പാടിയിട്ടുള്ള, പാട്ട് മാത്രമല്ല, കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുന്ന ക്രിയേറ്റീവ് ആക്ടിവിറ്റീസിലൂടെ കുട്ടികളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന പാട്ടും അഭിനയവും കളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനർ കൂടിയാണ് ഇപ്പോ. പാട്ടും ഉണ്ട്.
അപ്പുറത്തിരിക്കുന്നതും അധ്യാപകനാണ്. അയാൾ അധ്യാപകനാണ്. ഇടക്കിടക്ക് ഞാൻ കുട്ടികളോടൊക്കെ ഇടപെടുമ്പോൾ ഒരു വൈകാര്യം, നമുക്കൊരു പ്രത്യേക മുഹൂർത്തത്തിലൂടെ നമ്മൾ കടന്നു, പ്രത്യേകിച്ച് കലാകാരന്മാരാകുമ്പോൾ കുഞ്ഞുങ്ങളല്ലേ. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലാണ്. കുട്ടിക്കാലത്തെ കുറിച്ച് ഞാൻ എഴുതിയ രണ്ടുപേരും പാടാം. ഓ, കുട്ടിക്കാലം നമ്മുടെ കുട്ടിക്കാലം, ഓർമ്മകൾ വേയുന്ന കുട്ടിക്കാലം, കുട്ടിക്കാലം നമ്മുടെ കുട്ടിക്കാലം, ഓർമ്മകൾ വേയുന്ന കുട്ടിക്കാലം, മാഞ്ചോട്ടിലോടിയ കുട്ടിക്കാലം, മാങ്ങ പറിച്ചോര നല്ല കാലം, കുട്ടിക്കാലം നമ്മുടെ കുട്ടിക്കാലം, ഓർമ്മകൾ വേയുന്ന കുട്ടിക്കാലം, പൂപ്പറിക്കാൻ പോയ കാലം, പൂവിളി കേൾക്കാൻ നിന്ന കാലം, പാടവരമ്പത്ത് പുതുമഴ പെയ്യുമ്പോൾ ചേറിൽ കുളിച്ചോരാ നല്ല കാലം അല്ലേ. കുട്ടിക്കാലം നമ്മുടെ കുട്ടിക്കാലം, ഓർമ്മകൾ വേയുന്ന കുട്ടിക്കാലം. പ്രേമേട്ടന് പിന്നെ ഭരതന് ഏത് റൂട്ടിൽ പോവും, ഭരതൻ ഏത് ശ്രുതി പാടുന്നൊക്കെ അറിയാൻ തോന്നില്ല. പറഞ്ഞു അത് അദ്ദേഹം അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു പൊതുവേ നമ്മളൊരു വന്നാള് ഇരുന്നാല് നമുക്ക് 2 പിടിക്കാം, 3 പിടിക്കാം, 1.5 പിടിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ബേജാറാവുമല്ലോ. മാഷിക്ക് ബേജാറും പാടില്ല. അത് എക്സ്പീരിയൻസിന്റെ അതല്ല, ഈ ഒരു ഏരിയ വേറെ കാര്യമാണ് ഇത് പറഞ്ഞത്. അത് നല്ല കാര്യമാണ് പറഞ്ഞത്. അതാണ് ഒരു ഈശ്വരാനുഗ്രഹം, ഒരു പ്രകൃതിയുടെ അനുഗ്രഹം നടന്ന സാധനം. അതാണ് അവിടെയാണ് ഇനി ഹാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. പ്രേമേട്ടനോട് ഞാൻ ഇത് പറയുമ്പോൾ ഞാനൊരു ആശങ്ക ഉണ്ടായിരുന്നു എനിക്ക്, പ്രേമേട്ടന് ഇരിക്കുമോ എന്നുള്ളത്. പക്ഷെ എനിക്ക് മനസ്സിൽ ഉണ്ടായിരുന്നു പ്രേമേട്ടന് ഇരിക്കും. പ്രേമേട്ടൻ അത് മാത്രമല്ല, പ്രേമേട്ടനെ പോലുള്ള ഒരു വ്യക്തിയുടെ കൂടെ അയാള് ഹാർമോണിയൊക്കെ വായിക്കുമ്പോൾ അത് എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ്. അതെ, അപ്പുറത്ത് കാരണം ഞാനൊക്കെ കുട്ടിക്കാലത്തെ പിന്നെ ഞാൻ കലാമേഖലയിലേക്ക് വരുന്നതിന് മുന്നേ കേൾക്കുന്ന ഒരു പേരാണ് പ്രേംകുമാർ. അപ്പുറത്ത് വത്സമാഷ് ഇരിക്കുന്നത്. വത്സമാഷ് അത് അവിടെ ഒരു ഗുരുതുല്യനായ ഇവരുടെയൊക്കെ ഒരുപാട് പരിപാടികൾ മുമ്പിൽ ഇങ്ങനെ നോക്കിയുന്ന ഒരാളാണ്. അതൊന്ന് പറയാ വെറുതെ. മധുമയും പ്രേമേട്ടനൊക്കെ ഉണ്ടാക്കിയ ഒരു കാലത്തിലൂടെ നടന്നുപോയി. മധുമഴയുടെ ആ പാട്ടിലില്ലേ, അതൊക്കെ എന്ത് മനോഹരമായാണ് ആ പാട്ടൊക്കെ. അപ്പൊ ഇങ്ങനെ പോയി നിൽക്കൂ. അതെ, അന്ന് സാധിച്ച പാട്ടേതാ? മധുമഴന്റെ പാട്ട് ഏറ്റവും സ്വാധീനിച്ച പാട്ടേതാ? കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്ന് ഓർമ്മ ഞാൻ, എൻ്റെ ഓർമ്മകളിൽ വീണുടങ്ങിപ്പിടയുന്നു ഞാൻ. പോയ കാലം കാറ്റിനക്കരെ, പോയ രാഗം കടലിനക്കരെ. അത് തന്നെ ഭരതൻ ഞാനെപ്പോഴും ഭരതനെ ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ടെലിവിഷൻ ഷോ കൊണ്ട് നടുവിലും ഞങ്ങൾക്ക് വളരെ നല്ല സൗഹൃദമുള്ള ഒരാളാണ്. ഞാൻ വടകരക്കാരനുമാണ്, ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു പാട്ടുകാരനാണ്. ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ വേദികളിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തമായ പാട്ടുകാരനാണ്. അതെ, അത് ഞാൻ ഉറച്ചു പറയും. അങ്ങനെ ഒരു ഭരതനൊരു പക്ഷമൊന്നുമില്ല, പക്ഷെ ഭരതനൊരു ലെഫ്റ്റ് ആണ്. ഞാനൊരു മനുഷ്യ സ്നേഹത്തിന്റെ പക്ഷമാണ്, ലെഫ്റ്റ് പക്ഷമാണ് അല്ലേ. പുതിയ കെട്ടകാലത്ത് ഒരു 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 ബഹുസ്വരത, ഒരു നൈതികത, ഒരു മതേതരത്വം ഒക്കെ ഒരു കലാകാരൻ എപ്പോഴും അങ്ങനെയായിരിക്കും. മാനവ സ്നേഹം. അപ്പൊ ഈ ചേർത്ത് പിടിക്കുക, അങ്ങനെ പാർട്ടി പരിപാടികളൊക്കെ തരാറുണ്ട്, ചേർത്ത് പിടിക്കാറുണ്ട്. പരിപാടികൾ, പാർട്ടി പരിപാടി അല്ലാത്ത പരിപാടി ഒക്കെ തരാറുണ്ട്. എന്നാലും ചേർത്ത് പിടിക്കുന്നുണ്ട്, ചേർത്ത് പിടിക്കലുണ്ട്. അതെ 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 അതെ. നമുക്ക് ഭരതനെ ഇഷ്ടമുള്ളൊരു പാട്ടൊന്ന് പ്രേമേട്ടനും കൂടെ പാടിയ മരുന്ന്, നല്ലൊരു പാട്ട്, നാടൻ പാട്ട്.
താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറിൻ കോര പറിച്ചാട്ടേ തരകപ്പെണ്ണാളേ കതിരാടും വിഴിയാളേ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറി കോര പറിച്ചാട്ടേ തകതകത്താത്തിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര താത്തിനന്ത തകതിനന്തകത്താരതിനന്തകത്തെയ്താര ആ ഏ ഓ ആ ആ ഏ ഓ ആ തരകപ്പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാൽ കോര പറിച്ചാട്ടെ തകതക കാത്തിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര കാത്തിനന്ത തകതിനന്ത തരതിനന്തകത്തെയ്താര. സാധാരണമാണ്. അത് ഈ മാപ്പിള രാമായണം അധികം ആരും ടി.എച്ച്. കുഞ്ഞിരാമൻ നമ്പ്യാരുടെ അല്ല ടി.എച്ച്. കുഞ്ഞിരാമൻ നമ്പ്യാരാണ് മാപ്പിള രാമായണം എന്ന് പറയുന്ന ആ നാടൻപാട്ട് ശകലം സമൂഹത്തിന് പരിചയപ്പെടുത്തിയത്. അതെ. പക്ഷെ അത് ആരും പാടി കേട്ടിട്ടില്ല. പക്ഷെ ഭരതൻ നന്നായിട്ട് പാടുമെന്ന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അറിവേ ഉള്ളൂ. ഞാൻ ഭരതൻ മാപ്പിള രാമായണം പാടുന്ന കേട്ടിട്ടില്ല. ഞാൻ മാപ്പിള രാമായണം ഒരാൾ പാടുന്ന കേട്ടിട്ടുള്ള അതിൻ്റെ പല്ലവി അത് A.P. അബ്ദുള്ളക്കുട്ടി പണ്ട് കണ്ണൂരിലെ ഏതോ ഒരു പൊതുയോഗത്തിൽ പാടുന്നതേ കേട്ടിട്ടുള്ളൂ. അങ്ങനെ ചിട്ടപ്പെടുത്തി അതിനെ ഈ ഒരു കെട്ടകാലത്ത് പുതിയ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ എല്ലാ വസ്ത്രങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ കാലത്ത്, നമ്മളെ ഭക്ഷണത്തെ ചോദ്യം ചെയ്യുന്ന പുതിയ കാലത്ത് പിന്നെ ഇത്തരം സാധനങ്ങൾ നമ്മളെ ഒരു നൈതികത ഉണ്ടാക്കാനും സ്നേഹം ഉണ്ടാക്കാനൊക്കെ വലിയ മാപ്പിള രാമായണം ഒന്ന് പ്രേമത്തിനോട് മാപ്പിള രാമായണം പാടുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മതേതരത്വത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു ഉദാഹരണം മാപ്പിള രാമായണമായിരുന്നു. ഒന്ന് പറഞ്ഞോളൂ ഭരതൻ. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ രാമായണത്തിന്റെ വകഭേദം മാപ്പിള ശൈലിയിൽ രൂപാന്തരപ്പെട്ടതാണ് മാപ്പിള രാമായണം. ഇതാരാണ് എഴുതിയത് എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. സഞ്ചാരിയായ ഹസ്സൻകുട്ടിയിൽ നിന്ന്, ഒരു ലോകം സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു ഹസ്സൻകുട്ടി. ഈ ഹസ്സൻകുട്ടിയിൽ നിന്നും ടി.എച്ച്. കുഞ്ഞിരാമൻ നമ്പ്യാർക്ക് പകർന്നു കിട്ടിയ മുത്തുകളാണ് ഈ മാപ്പിള രാമായണം. ഈ ഹസ്സൻകുട്ടി എന്ന് പറയുന്ന അയാള് സഞ്ചാരിയാണ്. എവിടുത്തുകാരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല, എനിക്കറിയില്ല. അയാൾ ഇങ്ങനെ സഞ്ചാരിയാണ്. അയാളിൽ നിന്ന് നമ്മുടെ ടി.എച്ച്. കുഞ്ഞിരാമൻ നമ്പ്യാർക്ക് കിട്ടിയതാണ് ഈ മാപ്പിള രാമായണം. അത് പിന്നെ ഭരതൻ എങ്ങനെ അത് റിസർച്ച് ചെയ്ത് അത് പിന്നെ കാര്യങ്ങളൊക്കെ ഓരോരുത്തരോട് കിട്ടി അത് കുറച്ചുകൂടെ റിസ്ക് അല്ലേ ഭരത്? ഇപ്പൊ താരകപ്പെണ്ണാളേ അത് പാടുന്ന പോലെ അല്ലല്ലോ, ഇത് കുറച്ചുകൂടെ ടഫാണ്. അത് പാടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. അതിന് ഇത് എന്താണെന്നിട്ട് മനസ്സിലാവില്ല. പക്ഷെ അത് ഭരതൻ സൂചിപ്പിച്ച പോലെ തന്നെ മതേതരത്വത്തിന്റെ ഏറ്റവും സുന്ദരമായ, അതായത് വാൽമീകിയെ കൊണ്ട് ആദ്യം രേഖപ്പെടുത്തുന്നത് പണ്ട് താടിക്കാരനൗലി പാടി വന്ന പാട്ട് എന്നാണ്. താടിക്കാരനൗലി എന്ന് വാൽമീകിനെ കൊണ്ടാണ്. പണ്ട് താടിക്കാരനൗലി പാടി വന്ന പാട്ട് കണ്ടതല്ലേ ഞമ്മളി രാമായണം കഥ പാട്ട്. പണ്ട് താടിക്കാരനൗലി പാടി വന്ന പാട്ട് കണ്ടതല്ലേ ഞമ്മളി രാമായണം കഥ പാട്ട്. 3 പെണ്ണിന് ദശരഥൻ നിക്കാഹ് ചെയ്ത പാട്ട്, 3ലും മൂത്തുള്ള ലാമൻ ദേല് കൂട്ടം പാട്ട്. നഞ്ഞ് നക്കിയ പടച്ചോന്റെ നഞ്ഞ് എന്ന് പറഞ്ഞ വിഷം നക്കിയ പടച്ചോൻ ശിവൻ. വളരെ മനോഹരമായ നഞ്ച് നക്കിയ പടച്ചോന്റെ വില്ലൊടിച്ച പാട്ട്. കുഞ്ഞു കുട്ടി തങ്കമോളെ കൈപിടിച്ച പാട്ട്. ഇതാണ് തുടക്കം. മറ്റൊരു പോർഷൻ ഉള്ളത് വെച്ചാല് ഈ
ശ്രീരാമൻ ഉണ്ടല്ലോ, ശൂർപ്പണഖ ഉണ്ടല്ലോ, ശൂർപ്പണഖക്ക് ശ്രീരാമനോട് ഒരു പ്രണയം. അപ്പോൾ ശൂർപ്പണഖ ശ്രീരാമനോട് പ്രണയം തോന്നിയപ്പോൾ ശൂർപ്പണഖ ആങ്ങളെയായിട്ടുള്ള രാവണനോട് പോയി പറഞ്ഞു. രാവണൻ പറഞ്ഞ് ഈ 56 വയസ്സുള്ള ഇനിയിപ്പൊ പ്രണയം അഭ്യർത്ഥിച്ചാൽ അയാൾ നിരസിക്കും, അതുകൊണ്ട് ഇനി ഈ കോലത്ത് പോണ്ടെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നാടൻ ഭാഷയാണ് പറയുന്നത്. ഈ കോലത്ത് പോണ്ട, കുറച്ച് കോലമൊക്കെ മാറ്റിയിട്ട് ശ്രീരാമന്റെ മുമ്പ് പോകും. അങ്ങനെ കോലം മാറ്റിയിട്ട് ശ്രീരാമന്റെ മുമ്പ് പോകുന്ന ഒരു ഭാഗമുണ്ട്, വളരെ രസകരമായ ഭാഗം. കുന്നും മലയും കയറി കഴിഞ്ഞ് ജനമ്പുനരോക്കോ വന്നൊരു സുന്ദരിലാവണന്റെ പെങ്ങളും. കുന്നും മലയും കയറി കഴിഞ്ഞ് ജനമ്പുനരോക്കോ വന്നൊരു സുന്ദരിലാവണന്റെ പെങ്ങളും. പൊൻവരുത്തൊരു പാതാളത്തിലെ സുൽത്താനേറെ നിന്നും പൊന്മണി കൺമണി ബീബി ശൂർപ്പണഖ. കാലക്കേടിനലാക്കിന് സുൽത്താൻ മയ്യത്തായി, ശീലം കെട്ടോൾക്കിന്നും വേണം മാപ്പിളയൊന്ന്. കാലക്കേടിനലാക്കിന് സുൽത്താൻ മയ്യത്തായി, ശീലം കെട്ടോൾക്കിന്നും വേണം മാപ്പിളയൊന്ന്. ഒറ്റക്കൊറ്റു വെളുത്തു നരച്ച തലയിലോമം കട്ടക്കരിയും തേനും ചേർത്ത് കറുപ്പിക്കുന്നു. ഒറ്റക്കൊറ്റു വെളുത്തു നരച്ച തലയിലോമം കട്ടക്കരിയും തേനും ചേർത്ത് കറുപ്പിക്കുന്നു. പറ്റേ വീട്ടിലെ പാത്തും മാനത്തേടു വരുത്തി, ഒത്തൊരു കൂലി കൊടുത്തു തലയോ മുപ്പിരി കൂട്ടി. താടിയിലൊറ്റ ലോമം ഉള്ളത് കിള്ളിപ്പോക്കി, ഏടാകൂടപ്പല്ലം നായി നൊന്നാമ. ചാഞ്ഞമുലക്കൊരു കുത്തു കൊടുത്തു കുത്തനയാക്കി, ചാഞ്ഞമുലക്കൊരു കുത്തു കൊടുത്തു കുത്തനയാക്കി. മൂക്കിലെ മഞ്ഞ ഈള് കുത്തി കച്ചറ പോക്കി, മൂക്കില് മഞ്ഞ ഈള് കുത്തി കച്ചറ പോ. ഞാൻ ഈ പറയുന്നത് എന്ത് മനോഹരമായ വർണ്ണന, മനോഹരമാണ്. വെറുതെ ഒരു കൈ വെറുതാ കൈ ഉമ്മ. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ അസാധാരണമായിട്ട്. കാരണം ഇത് പാടിയാലുണ്ടാവുന്ന ഭവിഷ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ഒരു സ്ഥലത്ത് പാടിയ മൂസക്ക, നമ്മുടെ പ്രിയങ്കരനായ മാപ്പിളപ്പാട്ടിന്റെ മൂസക്ക ഒരു പാട്ട് പണ്ട് വലിയ വിവാദമായി. മൂസക്കാക്ക് പാടാൻ പറ്റാത്ത അവസ്ഥ. നമ്മളതാണല്ലേ ഈ മതാന്ധതയുടെ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ പാടി വരുന്നത്. പുന്നാരക്കടലേ നീ പൂമാണി മാറത്ത്, പൊന്നോല കൊണ്ട് മടഞ്ഞൊരു കൊട്ടയിൽ പൊത്തിവെച്ചുള്ളൊരു മൺകോപമാമ്പയം, വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ്. ഇത് ഭയങ്കര അശ്ലീലമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ വിവാദമൊക്കെ ഉണ്ടായി. പക്ഷേ ഇത് വൺ മോർ എന്ന് പുതിയ തലമുറ പറയുന്നില്ലേ, അതാണ് കെട്ടുകാഴ്ചകളില്ലാത്ത നല്ല അതിമനോഹരമായ. ഇത് കേരളത്തിൽ എല്ലാ സ്ഥലത്തും മാപ്പിളരാമായണം പല സ്ഥലത്തും അവതരിപ്പിച്ചു. ചില വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ഈ മാപ്പിള രാമായണം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വന്നു എന്താ പരിപാടി ചോദിക്കും. അതാണ്. അപ്പൊ ഞാനത് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അത് ശരി അതാണോ, ഈ പാട്ടൊക്കെ കേട്ടോക്കുമ്പോൾ അവരും ഒരു അത് ശരി വളരെ മനോഹരമായ പിന്നീട് പ്രതികരണമൊക്കെ വളരെ മനോഹരമാണ്. പല്ലവി അവസാനിക്കുന്ന എങ്ങനെയാ വരുതാ? അത് ഇതൊന്നുമല്ല, ഒരുപാടുണ്ട്. ഇതൊരു കുറെ ഉണ്ട്, 10-250 വരികളുണ്ട്. നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണമല്ലോ അതില്ലേ. ഭരതന് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോ ഏതെങ്കിലും ഒന്ന്. പൂമാതേ പൊന്നമ്മ എന്ന് പറയുന്നത്. അതെ, ഞാനത് ചോദിക്കാം. പിന്നെ രണ്ടാമത് ഞാൻ ചോദിക്കാന്ന് വെച്ചാൽ പൂമാതേ പൊന്നമ്മ ഒരു വിപ്ലവകാരിയാണ്. അതിന്റെ വരികളെ വേറൊരു ചെകുവേരയാണ്. അതും ഇതുപോലെ പറഞ്ഞതുപോലെ പൂമാതേ എന്ന് പറയുന്നത് ഞാനൊക്കെ കേട്ടെ. പൂമാതേ പൊന്നമ്മ, ഈ പൂമാതേ പൊന്നമ്മന്റെ പല വേർഷനിൽ വടകരക്കാരുടെ ഒരു വലിയ സംഭവമാണത് പൂമാതേ പൊന്നമ്മ. പക്ഷെ പല വേർഷനിൽ പാടുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫോക്ക് പൂമാതേ എന്ന് പറയുന്ന പൂലുവ പെണ്ണ് പൊന്നമ്മയായ കഥയാണ് പൂമാതേ പൊന്നമ്മ. പൊന്നമ്മ എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവം എന്നാണ്. അപ്പം പൂലുവ പെണ്ണ് ദൈവമായ കഥ എന്ന് പറയുമ്പോൾ വിപ്ലവകരമായ ഒരു മാറ്റാണ്. മനസ്സിലായില്ലേ? അതെ അതെ, റെഡിക്ക് വളരെ വിപ്ലവമാണ്. പലർക്കും അത് അറിയില്ല. അതെ 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 അതെ, അതാണ് പൊന്നമ്മ എന്ന് പറഞ്ഞ ദൈവം. അതെ അതെ. തെയ്താരോ തെയ്താരോ തെയ്യന്താരോ തെയ്താരോ തെയ്താരോ തെയ്യന്താരോ. പൂമാതേ പൊന്നമ്മ പാട്ടാടിയാലേ കണ്ണില് നിറയല്ലോ കണ്ണു. തെയ്താരോ തെയ്താരോ
തെയ്യന്താരോ തെയ്താരോ തെയ്താരോ തെയ്യന്താരോ പൂമാതൈ പൊന്നമ്മ പാട്ട് കേട്ടാലേ കൺകോര മാറും ബീക്കം മാറും തെയ്താരോ തെയ്താരോ തെയ്യന്താരോ തെയ്താരോ തെയ്താരോ തെയ്യന്താരോ തെയ്തകരോ തെയ്യന്താരോ ഏക്കം കുര എന്ന് പാടിയ ഏക്കവും വരുതൊന്ന് വെറുതെ ഒന്ന് വോക്കൽ മാത്രം തന്ന എനിക്ക് അതിന്റെ ലിറിക് ഒന്ന് പാടിയേ. പൂമാതൈ പൊന്നമ്മ പാട്ട് കേട്ടാലേ ഏക്കം കോര മാറും ബീക്കം മാറും. ഏക്കം കോര മാറും ഏക്കവും കോരയും മാറും. ഭയങ്കര അപാരമായ. പിന്നെ അടുത്തതാണ് പുഞ്ച നടക്കലെ മാടത്തിന്ന്, അങ്ങനെ ഒരു വേറൊരു വേർഷൻ ഉണ്ട്. അടുത്ത പല്ലവിയിലേക്ക് പോകുന്നതാണ്. ഭരതൻ ഈ ഒരു സ്റ്റൈലാണ് എല്ലാ വേദികളും അവതരിപ്പിക്കാറുണ്ട്. ഓ, ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റൈലാണ്. ഇത് ഭരതന്റേതായ ഒരു പുഞ്ച നടക്കലെ മാടത്തിന്ന് ഉലുവ പൂപ്പെണ്ണ് ഓമാതയോ ഇതകതോ തെയ്യന്താരോ ഇതകതോ തെയ്യന്താരോ പുഞ്ച നടക്കലെ മാടത്തിന്ന്, ഇങ്ങനെ ഞാൻ കൊടുക്കലേ. ഇത് പണ്ട് കൃഷ്ണദാസ മാഷിലെ പുഞ്ച നടക്കലെ മാടത്തി രണ്ടാളും കൂടി പാടിക്കോ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാ. മാഷോട് കോൺട്രിബ്യൂഷൻ ഉണ്ടാകുമ്പോ രസാവൂലേ? പണ്ട് എനിക്ക് 10 വയസ്സിനകത്ത് കൃഷ്ണദാസ് മാഷ് പഠിപ്പിച്ചത് ആണല്ലേ. ഇതിങ്ങനെ പലരും പല വേർഷനിൽ പാടുന്നത്. എനിക്ക് തോന്നുന്നു വെച്ചാല് അതിനെ എങ്ങനെ മലിനീകരിക്കരുത് എന്നുള്ള അഭിപ്രായം. അതെ അതെ, അതിന്റെ ഒരു തനിമ നഷ്ടപ്പെടുന്നത്. അതാ നേരത്തെ ഞാൻ പാടിയപ്പോ എന്തൊരു മനോഹരമാണ്. മറ്റുള്ള രണ്ടാളും കൂടി ഒന്ന് പാടിയ ഒന്ന്, അതെ നിങ്ങൾക്ക് അറിയുന്ന രണ്ടാളും കൂടി ഒന്ന് പെട്ടെന്ന് ഓർമ്മ വന്നത്. കൃഷ്ണദാസ് മാഷ് വർഷം നേരത്തെ എനിക്ക് 10-12 വയസ്സിനകത്ത് കൃഷ്ണ മാഷ് പഠിപ്പിച്ചു ഓർമ്മയിൽ ഇപ്പൊ അതെന്ത് മനോഹരമാണ്. ഭരതനിപ്പോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. ഞാനിപ്പോ ഈ കഴിഞ്ഞ മാസം മഴവിൽ മനോരമയിൽ 2 പ്രോഗ്രാം ചാനലിൽ പോയി അവതരിപ്പിച്ചു. ഇതാണ് പാട്ട് തന്നെയാണ്. അല്ല, അവിടെ ഒരു കോമഡി സ്കിറ്റാണ് ചെയ്തത്. സ്കിറ്റ് ചെയ്തു. അഭിനയം സ്കിറ്റൊക്കെ ചെയ്യും. അഭിനയമുണ്ട്. നാടകം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത്യാവശ്യം നാടകം ബെസ്റ്റ് ആക്ടർ സംവിധാനം ചെയ്യും. അഭിനയിക്കും. നടനുണ്ട്, ഒരു നടന ശാസ്ത്രം ഉണ്ട്, നാട്യമുണ്ട് അല്ലേ? ഭരതനിപ്പോ പിന്നെ നല്ല സൗഹൃദ വലയങ്ങളൊക്കെ ഉണ്ടോ ഇപ്പോ അത്യാവശ്യം? എല്ലാവരും കാണുമ്പോ എല്ലാവരും പരിപാടിക്കൊക്കെ വിളിക്കാറുണ്ട്. ഞങ്ങളോട് നമ്മളെ സുഹൃത്ത് തന്നെയാണല്ലോ. എനിക്ക് ഭരതനെ ഇഷ്ടമാണ്. അതെ അതെ. അജുദ്ദീൻ വടകര ഞങ്ങളോട് പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഭരതനെ ഒന്ന് കാണണം. പക്ഷെ അതിനു മുമ്പേ ഭരതൻ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതെ അതെ. ഒരു പാട്ടുകൂടെ പാടാം നമുക്ക് ഭരത, ഏതെങ്കിലും നല്ലൊരു പഞ്ചുള്ള ഒരു നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി. ഇപ്പം പുതിയ തലമുറക്ക് പട്ടിണി എന്താണെന്ന് അറിയില്ല. പിന്നെ എല്ലാം ഓണാണ്. പക്ഷെ പഴയ തലമുറ പട്ടിണി എന്താണെന്ന് അറിഞ്ഞൊരു തലമുറയാണ് പഴയ തലമുറ. ഞാനടക്കം പട്ടിണി എന്താണെന്ന് അറിഞ്ഞു. വിശപ്പറിഞ്ഞിട്ട് ഞാനത് പിന്നെ അതെ ഞാൻ ചോദിച്ചത് അതാണ് കുറെ കാര്യത്തിലല്ല, വിശപ്പറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു തലമുറ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു തലമുറക്ക് പട്ടിണി എന്താണെന്ന് അറിയില്ല. അപ്പൊ ആ പട്ടിണിയുടെ ഒരു കാലഘട്ടത്തില് ഉള്ള ഒരു പാട്ട് പാടാം. വെച്ചാല് ഒരമ്മ ഈ വയലില് ഇങ്ങനെ ജോലിയെടുക്കാൻ പോയാൽ മാത്രമേ ഈ കുട്ടിക്ക് ഭക്ഷണം കിട്ടൂ. അപ്പൊ അമ്മയെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയുടെ ആ നിൽപ്പുണ്ടല്ലോ, ആ ദയനീയമായി നിൽക്കും. പാട്ട് പാടാം. അന്തിക്കണ്ടെത്തുന്ന നേരത്ത് എങ്കളൻ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ളൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ട് വന്നേ,
അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങളെൻ്റെ അമ്മയെ നോക്കിയിരുന്നേ. എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ട് വന്നേ. തകതാര തകതാരതിത്തേ താരാരാരൂ, തകതാര താര താരതിത്തേ താരാരാരൂ, തകതാര തകതാരതിത്തേ താരാരാരൂ, തകതാര താര താരതിത്തേ താരാരാരൂ. അങ്ങൊരു വെട്ടവും കണ്ടോ എൻ്റെ കൊച്ചട്ടനാണോ വരുന്നേ. അങ്ങൊരു വെട്ടവും കണ്ടേ എൻ്റെ കൊച്ചട്ടനാണ് വരുന്നേ. അങ്ങൊരു വെട്ടവും മാഞ്ഞ് എൻ്റെ നെഞ്ചകം തേവിട്ടറിഞ്ഞേ. അങ്ങൊരു വെട്ടവും മാഞ്ഞ് എൻ്റെ നെഞ്ചകം തേങ്ങിക്കരഞ്ഞേ. തകതാര തകതാരതിത്തേ താരാരാരൂ, താര താര താരതിത്തേ താരാരാരൂ. ആങ്ങളമാരെല്ലാരും പോയോ എൻ്റെ കൊച്ചട്ടനെന്തേ വരാത്തേ. ആങ്ങളമാരെല്ലാരും പോയോ എൻ്റെ കൊച്ചട്ടനെന്തേ വരാത്തേ. ഈ ആകാശക്കൂടാരക്കൂട്ടത്തിൽ നിന്ന് ഉപ്പയും പറ്റിച്ചെടുക്കാം. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ അമ്മയെ നോക്കിയിരുന്നേ. എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ട് വന്നേ. തകതാര തകതാരതിത്തേ താരാരാരൂ, തകതാര താര താരതിത്തേ താരാരാരൂ. അമ്മയും വന്നിട്ടുണ്ടല്ലേ ഭരതന്റെ ഉള്ളിൽ, അമ്മയുടെ ഒരു ഓർമ്മകൾ. നമുക്ക് പിന്നെ നാടൻ പാട്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ നല്ല ഫീലിങ്സ് ഉള്ള ലിറിക്സ് ആണ്. അതെ, നല്ല ഫീലിങ്സ് ഉള്ള ലിറിക്സ്. നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു നാടൻ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കുള്ള മണിയേട്ടനെ മറക്കാൻ പറ്റൂലല്ലോ. അത് പറ്റൂല, ഒരിക്കലും പറ്റില്ലല്ലോ. മണിയേട്ടനെ നമുക്കങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു, എനിക്ക് നടനേക്കാൾ ഉപരി എനിക്ക് മണിയേട്ടൻ എന്നുള്ള പാട്ടുകാരനെയായിരുന്നു. പാട്ട് പാടുമ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. മണിയേട്ടൻ്റെ എനിക്ക് ആ പാട്ടിലെ വരുന്ന എനിക്കൊന്ന് ഞാൻ അറിയെങ്കിലേ പാടിത്തരണം. ഏതാ അറിയോ? ഭയങ്കര വൈകാരികത ഉള്ള പാട്ടാണ്. മിന്നാമിനിങ്ങേ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതൊന്ന് മാഷെ നോക്കാം, ശ്രമിക്കാം. മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ. മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ. ഇതുപോലെ തന്നെ കലാമണിന്റെ ഓടണ്ട ഓടണ്ട ഓടിത്തളരേണ്ട ഓമന പൂമോകം പാടിടേണ്ട. ഓമന പൂമോകം പാടാതെ സൂക്ഷിച്ചാൽ ഓമന തുണ്ടത്തൊരുമ നൽക. ആരിട്ടരോടാണേ ഓടിനരികാണേ വീടിനടയാളം ചീമക്കൊന്ന. പച്ചേരിച്ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉച്ചക്ക് ഉണ്ണാനായി വന്നോളൂട്ടോ. ഫിലോസഫിക്കലാണ് എല്ലാം. എല്ലാത്തിനും കണ്ണുനീരുണ്ടാവും അല്ലേ മാഷേ? ഫിലോസഫിക്കലും ആവും. നമുക്ക് ഏതായാലും പിന്നെ ഒരുപാട് പരിപാടികളും നന്മകളും ഒക്കെ ഉണ്ടാവട്ടെ. പിന്നെ പ്രേമേട്ടൻ ഇരുന്നതിൽ പ്രേമേട്ടന് എൻ്റെ മനസ്സും ചാനലിൻ്റെ മനസ്സും അർപ്പിക്കുന്നു. ആ പാലവും പാലവും ഒന്ന് പാടിയിട്ട് നമുക്കൊന്ന് അവസാനിപ്പിക്കാം. പാലോം പാലോ നല്ല നടപ്പാലം അപ്പൻ്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണേ നിന്ന് പൊന്നോ എന്നൊരു വിളിയും കേട്ട്. പൊന്നോ എന്നൊരു വിളിയും കേട്ട്. എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ
വിളിക്കണ ഒച്ച പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്നോ അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ, അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ. നന്ദി വരദൻ കുട്ടോത്ത്. നന്ദി. ഞാൻ ഒരുപാട് നന്ദി എൻ്റെ ഗുരുതുല്യനായിട്ടുള്ള പ്രേം സാറിനെ കൊടുക്കുകയാണ്. കാരണം എൻ്റെ കൂടെ അതെ സപ്പോർട്ട് ചെയ്തതിന് സാധാരണ അങ്ങനെ ആരും ചെയ്യില്ല. പ്രേമട്ടൻ ചെയ്യും. അറിയാം. ഞങ്ങൾ നിങ്ങളെയും തേടി വീണ്ടും വരും പാട്ടും വർത്തമാനവുമായി. നമുക്ക് കാണണം അല്ലേ? നല്ല സൗഹൃദത്തിന്റെ പാട്ടുകാരായി വരാം. താങ്ക് യു വെരി മച്ച്.